എൻ്റെ ചക്കര കൂട്ടുകാരെന്ത് പറയണേ? എല്ലാവരും സുഖമായിരിക്കണില്ലേ? എല്ലാവരും സന്തോഷം സമാധാനം എന്ന് പറഞ്ഞാൽ നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. ഞാനും സുഖമായിരിക്കുന്നു. അപ്പോൾ ഒരു സന്തോഷമുള്ളൊരു വർത്തമാനം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മോൻ സ്കൂളിൽ വിദ്യാവിഹാർ സ്കൂളിലാണ് പഠിക്കുന്നത് കേട്ടോ. വിദ്യാവിഹാർ സെൻട്രൽ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ മോൻ ഒരു എന്താ പറയുക, സ്പോർട്സിൻ്റെ ഇതിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂപ്പര് ഫുട്ബോളിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് എന്താ പറയുക, കോൺ ബാലൻസ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ട് ഫസ്റ്റ് കിട്ടി. അപ്പോൾ അതിനൊക്കെ ഗോൾഡ് മെഡലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഹാപ്പിയിലാണ്. ഞാൻ ഫോട്ടോ കാണിക്കുക, അത് വീട്ടിലിരിക്കണം കേട്ടോ. ഭയങ്കര ഹാപ്പിയിലാണ്. അപ്പോൾ എല്ലാവരും കൺഗ്രാറ്റ്സ് പറയണ സന്തോഷത്തിലാണ് മൂപ്പര്. അപ്പോൾ അപ്പോൾ ആ സന്തോഷത്തിൽ ഇന്ന് ഒരു നല്ല വെള്ളയപ്പം വേണമെന്ന് പറഞ്ഞാൽ നല്ലൊരു ഭംഗി, എന്തൊരു ചന്തന്ന് വെള്ളയപ്പട്ടാക്കിയത് കാണിക്കാൻ പറ്റിയില്ല. എന്താണെന്നോ, മോൻ പോണ തിക്കും തിരക്കും പിന്നെ ഇതൊന്നും കാണിക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ലായിരുന്നു. അപ്പം നല്ലൊരു വെള്ളയപ്പം ഉണ്ടാക്കി, അതിലേക്ക് നല്ലൊരു കുറുമക്കറി ഉണ്ടാക്കി. അപ്പോൾ അതൊക്കെ ആയിട്ടാണ് ഇന്ന് പുള്ളി പോയുള്ളത്. അത് മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കാണിക്കാൻ പറ്റാത്തതിൽ എനിക്കൊരു വിഷമമുണ്ട് കേട്ടോ. പിന്നെന്താ വിശേഷങ്ങൾ? സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറേ ദിവസമായി ഞാൻ പാട്ടൊക്കെ പാടി, 2-3 ദിവസമായി പാട്ടൊക്കെ പാടിയിട്ട്. അപ്പോൾ മോനാണെങ്കിൽ എന്നും ഈ ഫുട്ബോളിനുള്ളത് കൊണ്ട് 6:45 സ്കൂളിലെത്തണം. അപ്പം ഞാൻ എപ്പോൾ എഴുന്നേൽക്കണം? എന്നും 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കും. അതുകൂടാതെ കിച്ചണിൽ കയറണമെങ്കിൽ ഒരു 4:30 എഴുന്നേറ്റാലാണ് ഇവർക്ക് ഫുഡൊക്കെ ആക്കി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നും ഈ എഴുന്നേൽക്കണമ്പോൾ എനിക്കൊരു ചെറുതായിട്ടൊരു ക്ഷീണം വന്നു. അത് 2 ദിവസം എനിക്ക് വയ്യായ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വരാതിരുന്നു. ഞാൻ വീഡിയോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇടുന്നല്ലാതെ കണ്ടിട്ട് ഇങ്ങനെ ഫേസ് ടു ഫേസ് സംസാരിക്കാൻ വയ്യ. അതാണ് കേട്ടോ. എനിക്ക് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ട തന്നെ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ 2 ദിവസമായി പാട്ടും പാടിയിട്ട് പാടാനുള്ളൊരു മൂഡൊന്നും വന്നില്ല. അപ്പോൾ ഇന്നെനിക്ക് പാടണം. 2 ദിവസം ഒന്നും ക്ഷമിച്ചിരിക്കാൻ വയ്യ. അപ്പോൾ ഇന്നൊരു പാട്ട് പാടാവേ. ഓ മൃദുലേ ഹൃദയമുരളിയിലൊഴുകിവാ, ഓ മൃദുലേ ഹൃദയമുരളിയിലൊഴുകിവാ, നിന്നിഴലായി അലയും പ്രിയനെ മറന്നുവോ മൃദുലേ, മനസ്സുമകന്നുവോ, അകലയാണെങ്കിലും പൊന്നേ നിൻ സ്വരം ഒരു തേങ്ങലായി എന്നിൽ നിറയും, ഓ മൃദുലേ ഹൃദയമുരളിയിലൊഴുകിവാ, പിരിയുവാനാകുമോ തമ്മിൽ, പിരിയുവാനാകുമോ തമ്മിൽ, എൻ പ്രിയേ പുതുജീവനായി എന്നിൽ നിറയൂ, ഓ മൃദുലേ ഹൃദയമുരളിയിലൊഴുകിവാ, നിന്നിഴലായി അലയും പ്രിയനെ മറന്നുവോ മൃദുലേ, മനസ്സുമകന്നുവോ, മനസ്സുമകന്നുവോ, മനസ്സുമകന്നുവോ. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ പാട്ട്? ഇഷ്ടമായോ? ചുമ്മാ അങ്ങനെ പാടുന്ന കേട്ടോ. ഞാൻ എന്നും പറയണ പോലെ തന്നെ എൻ്റെ ഒരു ഇഷ്ടം.
അത് നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുകയല്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, എനിക്കൊരു കമൻസൊക്കെ ഇടണം. എന്തൊരു സന്തോഷം ഉണ്ടാവും. അപ്പോൾ അറിയോ, എനിക്ക് എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എൻ്റെ മോനാണ് കൂടുതലും സന്തോഷം കേട്ടോ. എൻ്റെ മോൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവന് എപ്പോഴും എൻ്റെ അടുത്ത് പറയും, മമ്മ അതിൽ പാട് എന്താ പറയുക, എൻ്റെ മുന്നത്തെ വീഡിയോകളൊക്കെ ഒന്ന് എടുത്ത് നോക്കി എൻ്റെ മോൻ എന്നെക്കുറിച്ച് പറയണതൊക്കെ കേൾക്കാം. എന്തൊരു സന്തോഷമാണ് അതിന്. എൻ്റെ മുഖം ഒന്ന് വാടുമ്പോഴേക്കും പറയും, മമ്മ പാട്ട് പാടുക, അപ്പം നല്ല രസം ഉണ്ടാവും, ഒന്ന് പാട്. അങ്ങനെയാണ്, അത്ര ഹാപ്പിയാണ് എൻ്റെ മോൻ എന്നോട്. അപ്പോൾ എൻ്റെ മോൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ എന്താ പറയുക, കുറച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി വരണമെന്നൊക്കെ ഉണ്ട്. ചിലപ്പോൾ വർക്കിൻ്റെ ഇടയിൽ നടന്നൊന്നും വരില്ല. എന്നാലും സന്തോഷമാണ് എനിക്ക് നിങ്ങളിങ്ങനെ ഒരു സപ്പോർട്ട് തരണേൽ കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം, അല്ലെങ്കിൽ നാളെ കാണാം കേട്ടോ. ഓക്കെ, ബൈ.